ഗുഡ് ഈവനിങ് ടു ഓൾ. എറ്റേണൽ ഫ്ലോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഫീൽ ഫ്രീ ടോക്കില് നമ്മൾ സംസാരിക്കുന്നത് ഒരു റീസ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ്. റീസ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ശരിക്കും വുമൻസിന്റെ ഒരു ആഫ്റ്റർ 35 ഇയേഴ്സിന് ശേഷമുള്ള ഒരു റീസ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് റീസ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, നമ്മള് ഒരു 18, 20, 22 ഏജിലൊക്കെ, ഇപ്പോൾ 22, പക്ഷെ കുറച്ച് മുമ്പ് വരെ തന്നെ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് ശരിക്കും നമ്മൾ മെച്ചുവേർഡ് ആണെന്ന് പറയുകയാണെങ്കിലും പുതിയൊരു ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും പെട്ടെന്ന് തന്നെ അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ അഡാപ്റ്റ് ആയി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫാമിലി മാനേജ്മെന്റും പിന്നെ അതിനുശേഷം ഡെലിവറി കഴിയുന്നുണ്ട്, നമുക്ക് കുട്ടികൾ വരുന്നുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ഒന്നോ രണ്ട് മക്കളൊക്കെ ആയി കഴിഞ്ഞ് ഒരു 30 വയസ്സിനൊക്കെ ശേഷം നമുക്ക് അവിടെ നിന്നാണ് ശരിക്കും ഒരു റീസ്റ്റാർട്ടിങ്ങിന്റെ ഒരു മൈൻഡ് വരുന്നത്. അത് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ മുതൽ ഒരു രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ഒരു മൂന്നാം ഘട്ടം എന്നൊക്കെ പറയാം. വിവാഹത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള ഒരു പുതിയ കാലഘട്ടവും, അതിനുശേഷം നമ്മൾ അവിടെ ചിന്തിക്കാൻ തുടങ്ങും, എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. ചില ആളുകൾക്ക് നമ്മുടെ ലൈഫൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന് എങ്ങനെ ചെലവഴിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറും. എന്നാല് ചില ആളുകൾ അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാണ്, എനിക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഉണ്ട്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്, എന്റേതായ ഒരു കയ്യൊപ്പ് ഇവിടെ ചെയ്തിട്ടല്ലേ ഞാൻ പോവേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തും. അപ്പോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 35 വയസ്സ്, ആ ഒരു ഏജിന്റെ ഇടയിൽ സ്ത്രീകളിൽ സംഭവിക്കുന്ന കുറച്ച് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അവരിൽ ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങളും, അതിനുശേഷം നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പം ഇത് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ലേഡീസ് ആണ് ഫുള്ളായിട്ട് പങ്കെടുക്കുന്നത്. വുമൻസ് എംപവർമെന്റ് ആണ് നമ്മുടെ ഒരു എയിം എന്നുള്ളതും. അപ്പോ നിങ്ങളിത് ഒരു ക്ലാസ് കേൾക്കുന്ന രീതിയിൽ കേൾക്കാതെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും, ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നിങ്ങളെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആശങ്കകളും ഇവിടെ തുറന്നു പറയുകയും ചെയ്യണം. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, ഇനി ആവശ്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ 30 വയസ്സോടുകൂടി നമ്മുടെ ശരീരത്തിനും മനസ്സിലൊക്കെ, 30 വയസ്സെന്ന് പറയുന്ന ഒരു കറക്റ്റ് ഏജ് അല്ല എങ്കിലും ഒരു 30-35 വയസ്സിന് ശേഷം നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്ക് മെനോപോസിന്റെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, മെറ്റബോളിസം ലോ ആവുന്നുണ്ട്. അത് കാരണം എന്താ, നമ്മുടെ ഫാറ്റ്, തടി കൂടുന്ന ഒരവസ്ഥ. പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ സ്ട്രെസ് കൂടുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ മെന്റലി ഫിസിക്കലി ഓക്കെ അല്ലാതെ ഇരിക്കുന്നേരം ഇത് നമ്മുടെ ഹോൾ ഫാമിലിയെയും കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താന്തുകൊണ്ടെന്ന് വെച്ചാല്, നമ്മളാണ് പുരുഷന്മാര് ജോലി ചെയ്യുന്നതിന് സ്ത്രീകൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും വീടിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയില് അതൊരു ലേഡീസിന്റെ ഉത്തരവാദിത്വം പോലെ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഉത്തരവാദിത്വമാണോ, നമ്മള് മക്കളൊക്കെ കെയർ ചെയ്യാനും എല്ലാം അതിനുള്ള എല്ലാ കാര്യങ്ങളും നേച്ചറലി നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. സ്ത്രീകള് പൊതുവെ അവര് സോഫ്റ്റ് കോർണർ ആണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ മക്കളെ കെയർ ചെയ്യുന്നതും മക്കളെ പരിപാലിക്കുന്നതും ഒക്കെ ജെൻസ് നോക്കുന്നില്ല എന്നൊന്നും അല്ല പറയുന്നത്. എന്നാലും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയിലാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. നാച്ചുറലി അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ മൈൻഡും ബോഡി ഓക്കെ അല്ലാതിരിക്കുമ്പോൾ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മക്കളിലാണെങ്കിലും ഹസ്ബൻഡിലാണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഒക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 30 വയസ്സിന് ശേഷം നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും നമ്മുടെ ഉള്ളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവലും നിർബന്ധമാണ്.
അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കും, ഏറ്റവും ഹാപ്പി ആയിരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്കും നമ്മൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റൂ. നമ്മളെല്ലാം ത്യജിച്ച് എല്ലാം സഹിച്ചിട്ട് നമ്മുടെ അടക്കി വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയൂല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയൂല. നമ്മൾ എത്ര നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഈവൻ നമ്മൾ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അവർക്ക് ഫാമിലി ആകുമ്പോൾ അവർ ഹാപ്പി ആകുമ്പോൾ നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളിലും നമ്മൾ സങ്കടപ്പെടും. അത് പ്രകൃതിയാലുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്ന സമയത്താണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. അപ്പം 30 വയസ്സിന് ശേഷം ഇങ്ങനത്തെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിനാണ്. നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. അത് ഫിസിക്കലിയും വേണം, മെന്റലി വേണം. ഫിസിക്കലി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ശ്രദ്ധ കൊണ്ടുവരൽ നിർബന്ധമാണ്. ശരിക്കും നമ്മൾ മറന്നു പോകുന്ന ഒരു ഏരിയ കൂടിയാണത്. ആ ഒരു സമയത്ത് ഇൻ കേസ് നമുക്ക് വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് നോക്കിയാല് ഒരു 40 ഏജ് കഴിഞ്ഞ ലേഡീസിന് മുഴുവനും ഒന്നുകിൽ തേയ്മാനത്തിന്റെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ വാതപ്രശ്നങ്ങള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു ഒരു പരിധി വരെ ഈ രോഗങ്ങളെല്ലാം വരുന്നത് നമ്മുടെ സ്ട്രെസ്സും അതുപോലെ ഹോർമോൺസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്താൽ ഈ ഒരു എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോ അറ്റാക്ക് പോലുള്ളത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. അതായത് നമ്മുടെ മെറ്റബോളിസം കുറയുന്നു പറയുന്നുണ്ടല്ലോ, നമ്മുടെ അത് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഓവർ വെയിറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളിലേക്കും പോകും. അപ്പം ഈ ഒരു സമയം മുതൽ നമ്മൾ ഡയറ്റിൽ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡിയുടെയും വൈറ്റമിൻ ബി 12ന്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മള് ബോഡി ഒരു 1 ഇയറിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ ഭക്ഷണത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാൽസ്യവും അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് പ്ലാനിലേക്ക് നമ്മൾ മാറുക. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞ കഠിനമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് നിർബന്ധമാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യമൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവാം, രാവിലെ മുതൽ രാത്രി വരെ ജോലികൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒന്ന് ഇളക്കം തട്ടുന്ന രീതിയിലുള്ള ഒരു ജോലി നമുക്കില്ല. പകുതിയിലേറെ മെഷീൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് തടിയുള്ളവരാണെങ്കിലും തടിയില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനാവശ്യമായിട്ടുള്ള യോഗ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ട്രെച്ച് ആവുന്ന എക്സസൈസുകൾ നിർബന്ധമായിട്ടും ഡെയിലി നമ്മൾ ചെയ്യുന്ന ശീലാക്കണം. അതുപോലെ ഫുഡിൻ്റെതും പറഞ്ഞു. പിന്നെ മെന്റലി നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനും പ്രാധാന്യം കൊടുക്കണം. ഹോർമോണൽ ചേഞ്ചസ്, പീരിയഡ്സ് ആവുന്നവരുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിട്ട് നമുക്ക് ഹോർമോൺ വ്യതിയാനം മൂലം സ്ട്രെസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അതുപോലെ നമ്മുടെ ഇമോഷൻസിനെയും നമ്മൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അവർക്ക് ജോലി ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം വരുന്ന ഹസ്ബൻഡും മക്കളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. അതിലായിരിക്കും ഇങ്ങനെ റിലേറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിലായിരിക്കണം. അതായത് ഒരു ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ആ ഒരു നിമിഷം പ്രവർത്തിക്കുന്നതിന് പകരം നമ്മൾ ഒരു ജസ്റ്റ് ഒരു 3 സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം അതിന് പ്രതികരിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതിന്റെ എന്ത് കാര്യമാണോ അതിന് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. എന്നാൽ ആ നിമിഷത്തിലാണെങ്കിൽ നമ്മൾക്കും പിന്നീട് അത് വേണ്ട എന്ന് തോന്നുന്ന റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി ആയിട്ടുള്ള
കാര്യങ്ങൾ ഹെൽത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് നിലനിർത്തണം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ, ഹസ്ബൻഡായിട്ടുള്ള ബന്ധങ്ങൾ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, നൈബേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, ഫ്രണ്ട്സുമായിട്ടുള്ള ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ ശീലിക്കണം. നമ്മുടെ നമുക്കുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ടോ അങ്ങനെ ഹസ്ബൻഡുമാരായിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ ഹസ്ബൻഡിനൊക്കെ നമ്മൾ ഏകദേശം രണ്ട് വ്യത്യസ്ത ഫാമിലിയിൽ വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ അത്രയും കാലത്തെ ഒരു ജീവിത പരിചയത്തിന്റെ ഇടയിൽ അവരുടെ ക്യാരക്ടറും നമ്മുടെ ക്യാരക്ടറും ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ട് കറക്റ്റ് നല്ലൊരു ബോണ്ടിങ് വരുന്നതും നല്ലൊരു റിലേഷൻ ഫിറ്റ് ആവുന്നതും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. അപ്പം നമ്മള് നമ്മുടെ ബന്ധങ്ങളിൽ നല്ല റിലേഷൻഷിപ്പ് നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും അതിന്റെ ഇടയിൽ നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ. അത് വേറൊരു പാർട്ടായിട്ട് തന്നെ പറയുന്നുണ്ട്. ബന്ധങ്ങൾ നിലനിർത്തുന്ന സമയത്ത് ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കാതെ, ദേഷ്യം വരുന്ന സമയത്താണെങ്കിലും കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് അത് പ്രകടിപ്പിക്കുക. പിന്നെ സങ്കടമാണെങ്കിലും അത് മറ്റൊരാളോട് പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ പറയാം. നമ്മൾ കാമായിട്ട് പറയാം. നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് പ്രശ്നമാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. അതുപോലെ തന്നെ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക. വീട്ടുജോലികളാണെങ്കിൽ പോലും ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ചിന്തിക്കാതെ അതെത്ര ഭംഗിയായിട്ട് എങ്ങനെ ആസ്വദിച്ച് ചെയ്യാം, മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ ചെയ്യാം. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പണികളുണ്ട്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പാത്രം കഴുകുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീടൊക്കെ നല്ല ഭംഗിയിൽ ക്ലീൻ ചെയ്ത് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഒരു ഭംഗിയാക്കി നിലനിർത്തുന്ന സമയത്ത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക. ജസ്റ്റ് എ മിനിറ്റ്, ബാങ്ക് ഉണ്ട് ഇവിടെ.
സോറി, ബാങ്കിന്റെ സമയം അതുകൊണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ സ്ട്രോങ് റിലേഷൻ, നല്ലൊരു ബന്ധമായിട്ട് നിലനിർത്തുക. എല്ലാവരുമായിട്ടും സാമൂഹികമായിട്ടും നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മുടെ ബന്ധങ്ങള് പോസിറ്റീവായിട്ട് നിലനിർത്തുക. പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. നമുക്കൊക്കെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്, അതുപോലെ ഒരുപാട് സമയമുണ്ട്. നമ്മുടെ സമയവും ആരോഗ്യമാണ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ തിരിച്ചു കിട്ടാതെ. അപ്പം അതിനെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഹോബീസിനെ നമുക്ക് വരുമാനാക്കി മാറ്റാം. അതുപോലെ നമ്മുടെ സ്കില്ലിനെ നമുക്ക് വരുമാനമാക്കി മാറ്റാം. എല്ലാവരും പുറത്തു പോയിട്ട് ഒരു ഓഫീസ് ജോലി ചെയ്യുക എന്നുള്ളതല്ല ജോലി. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ നമുക്കുള്ള സ്കില്ലിന്, ഇപ്പം ഒരു പാചകത്തിൽ നല്ല കഴിവുള്ള ആളാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അത് സെയിൽ ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. അതുപോലെ ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത് ആസ്വദിക്കാനും അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാനും, ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് ചെറിയ വരുമാനമാണെങ്കിലും നമ്മൾ അത് ഏൺ ചെയ്യുന്നത് ഒരു സ്ഥിതിയാക്കി മാറ്റും. ചെറിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് സെൽഫ് ഗ്രോത്ത് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. 30 വയസ്സോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിയല്ല ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണത്. ചെറിയ മക്കളൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടാവാം, നമ്മളും വീടൊക്കെ ഒരു മാനേജ് ചെയ്തിട്ട് അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇവിടെ മുതലാണ് ശരിക്കും നമ്മൾ ഒരു റീസ്റ്റാർട്ടിങ് ടൈം തന്നെ. അപ്പൊ നമ്മുടെ സെൽഫ് ഗ്രോത്ത്, നമുക്കുള്ള സ്കില്ലുകള്, ഹോബീസ്, ഇതൊക്കെ എന്താണെന്നൊന്ന് കണ്ടെത്തുക. എന്നിട്ട് അത് നമ്മൾ അതിന് വേണ്ട സമയം നമ്മൾ കൊടുക്കുക. നല്ല സ്കില്ലുകൾ ഉണ്ടാവാം, അത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഏറ്റവും അമൂല്യമായ രീതിയിൽ അതിനെ ചെലവഴിക്കുകയും ചെയ്യണം. സെൽഫ് ഗ്രോത്തിന് വേണ്ട സമയം നമ്മൾ നിർബന്ധമായിട്ടും കണ്ടെത്തണം. നമ്മുടെ വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലീനിങ് ഒക്കെ ഒരു സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ, ഒരു ഡൈനിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ ദിവസവും നമ്മൾ അടിച്ചു വാരിയും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാല് നമ്മൾ അടിച്ചൊക്കെ വാരി തുടക്കുകയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം ആ ടേബിളിൽ നല്ലൊരു ഗ്ലാസ് ജാറൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നല്ല ഫ്ലവർ ഒക്കെ വെച്ച് ആ ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ നോക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഹാപ്പി ആക്കാം എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക. അതുപോലെ കുക്കിംഗ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ ഒരു വീക്കിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ടാക്കാം. അതില് രാവിലൊക്കെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഫാമിലി മുഴുവൻ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. അതുപോലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക. അതിൽ നമ്മുടേത് വേണം, ഹസ്ബൻഡിൻ്റെത് വേണം, മക്കളത് വേണം, ഉമ്മമാരും ഉപ്പമാരും പാരൻസ് ഉണ്ടെങ്കിൽ അവരത് വേണം. അപ്പൊ ഓരോ ദിവസത്തേക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ ഒരു മെനു ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിനി എന്താന്ന് ചെയ്യേണ്ടതെന്നുള്ള അങ്കലാപ്പ് ഉണ്ടാവില്ല നമുക്ക്. നമ്മുടെ സമയം ഒരുപാട് ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് കൂടുതൽ ആളുകളും. ഈവൻ എന്റേത് കൂടെ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇന്ന് അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള, എല്ലാവരും ഇഷ്ടത്തെ മാനിക്കുന്നതും കൂടെ അവർ പഠിക്കും. നമ്മൾ മക്കളെ ഇഷ്ടങ്ങളെ മാത്രം മാനിക്കാൻ പറ്റും, നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെയും ഹസ്ബൻഡ് എല്ലാവരുടെയും ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കുമ്പോൾ എല്ലാവർക്കും അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് മക്കൾ കണ്ട് ശീലിക്കുകയും അവരുടെ ലൈഫിലും അത് അവരെ നിലനിർത്തുകയും വേണം. അപ്പൊ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ മാറ്റിയേക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം, ഒരിക്കലും പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടോ എന്തിനാ ജോലിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ ഉയർത്താൻ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് യൂട്യൂബ്, ഗൂഗിള്, ChatGPT പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അറിവുകൾ നമ്മുടെ കയ്യിലുള്ള ഫോണും തന്നെ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, അത് നമ്മുടെ ബ്രെയിനിലും പുതിയ ന്യൂറോൺസുകൾ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അത് നമ്മളെ യുവത്വം നിലനിർത്താനും ഇപ്പോഴുള്ള അൾഷിമേഴ്സ് പോലുള്ള രോഗങ്ങളുണ്ടല്ലോ അതിനൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്.
അപ്പൊ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് സമയം കണ്ടെത്തുക. പിന്നെ മദർഹുഡ് ആൻഡ് പാരന്റിങ്, നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് നമ്മൾ വളരെ ഭംഗിയോടെയും സന്തോഷത്തോടെയും നിറവേറ്റും. ചില ആളുകള് മക്കളെ പരിപാലിക്കുന്നതും അവര് മക്കളുമായിട്ട് കളിക്കുകയും അവര് മിങ്കിളായിരിക്കുന്ന ആ ഒരു സമയം കാണുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ ആഗ്രഹിച്ചു അല്ലെ, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായെങ്കിൽ എന്നെങ്കിൽ. കുട്ടികളില്ലാത്ത ആളുകൾ പല നമ്മൾ പുറത്തുനിന്നൊക്കെ കാണാനല്ലേ, അവർ ആ മക്കളുമായിട്ട് കളിക്കുന്നു, മക്കളൊരു ഹാപ്പിനെസ്, അവരൊരു സന്തോഷമൊക്കെ കാണുന്ന സമയത്ത്. എന്നാൽ ചില ആളുകൾ കാണുന്ന സമയത്ത് പഠിച്ചോനെ എന്ന് വിളിച്ചു പോകുന്ന രീതിയിലും ഉണ്ടാവും. അപ്പോ ഇതിൽ ഏത് രീതിയിലാണ് പാരന്റിങ്ങിന് ഏറ്റവും ദ ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞ പോലെ, പാരന്റിങ് ഒരു കലയാണ്. ആ ഒരു കലയെ എത്ര മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. പാരന്റിങ് പഠിക്കണമെങ്കിൽ പഠിക്കണം, ട്രെയിനിങ് എടുക്കണമെങ്കിൽ ട്രെയിനിങ് എടുത്തിട്ട് വേണം ഇന്നത്തെ കാലത്തുള്ള മക്കളെ നമ്മൾ വളർത്താൻ. പഴയ പാരന്റിങ് സിസ്റ്റവും പാരന്റിങ് ട്രോമാസും മക്കളെ തലയിൽ വെച്ചു കൊടുക്കാതെ ഈ പുതിയ കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു രീതിയിലേക്ക് മക്കളെ വളർത്തുക എന്ന് പറയുന്നതും വളരെ വലിയൊരു ഉത്തരവാദിത്വവുമാണ്. വളരെ നല്ലൊരു ഒരു ആർട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു വീട്ടിലും പ്രശ്നങ്ങളോ കച്ചറകളോ ഒന്നും ഉണ്ടാവില്ല, നമ്മളെ മക്കൾ വഴിതെറ്റി പോകില്ല, അവര് അവരുടേതായ ഭാവിയിൽ ശോഭിക്കുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കണം. ട്രെയിനിങ് എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ട്രെയിനിങ് എടുക്കണം. വീണ്ടും പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ അപ്ഡേഷൻസിനൊപ്പം നമ്മുടെ മക്കൾ വളരണമെങ്കിൽ, അവരുടെ സ്കില്ല് വളർത്തണമെങ്കിൽ പഴയ സ്കൂൾ സിസ്റ്റവും പഴയ രീതിയിലുള്ള പഠനവും പോരാ എന്നുള്ളത് നമ്മളും മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുകയും വേണം. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിനി ലാസ്റ്റ് പറയുന്നതാണ് പേഴ്സണൽ ഹാപ്പിനെസ് ആൻഡ് ലൈഫ് മീനിങ്. നമ്മുടെ പേഴ്സണൽ സന്തോഷത്തിന് മീ ടൈം എന്ന് പറയുന്ന ഒരു സമയം ഒരു ദിവസത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. പണ്ടൊക്കെ ഇപ്പൊ ശരി, നമ്മുടെ ഒരു ഉമ്മമാരൊക്കെ നമ്മൾ ടൂറ് കൊണ്ടുപോകുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങളെ നൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഏജ് ആയിട്ടുള്ള ഉമ്മമാരൊക്കെ കൂടെ പോയിട്ടോ. അപ്പൊ അവര് ശരിക്കും ഒരു 1 ഡേ ട്രിപ്പാണ് പോയിട്ടുള്ളത്. അന്നേരത്തെ ആ ഒരു ഹാപ്പിനെസ് കണ്ട്, ഞാനിപ്പോ സൗദിയിലാണുള്ളത്, ഇങ്ങോട്ട് വരുന്നതിന്റെ 4 ദിവസം മുമ്പാണ് ഞങ്ങൾ പോയത്. ആ ഒരു ഹാപ്പിനെസ്സിൽ അവരൊക്കെ പറയാ, ഇത്രയും നല്ലൊരു ടൂർ ഞങ്ങൾ ഈ ഒരു അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. ശരിക്കും രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 7:30-8 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവരെ ഒരു കുട്ടിക്കാലത്തിലേക്ക്, അല്ലെങ്കിൽ അവരൊരു സന്തോഷമുള്ള ഓർമ്മയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് അന്നത്തെ ഒരു ഹാപ്പിനെസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ, ഞാനും ഈ ഒരു ഗണത്തിൽ തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് അല്ലെ സ്കൂളിൽ പഠിക്കുന്നത്, നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, നമുക്ക് ഹാപ്പിനെസ് കിട്ടിയ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നന്നായിട്ട് പാട്ട് പാടിയ ആളുകളൊക്കെ ശരിക്കും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, പാടുന്നുണ്ട്, പക്ഷെ അവർക്ക് വരികളൊന്നും കിട്ടുന്നില്ല. ഇതൊരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊന്നല്ല, നമ്മുടെ സന്തോഷത്തിനാ. അപ്പൊ ഇങ്ങനെയുള്ള, അതുപോലെ ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുകൾ ഉണ്ടാവും, നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല കഴിവുള്ള ആളുകൾ ഉണ്ടാവും. ഒരേ ഫുഡ് ആണെങ്കിലും പല ആളുകളും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സ്കില്ല് നമ്മൾക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു മീ ടൈം എന്ന് പറഞ്ഞാൽ, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ഞാനൊരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഹാപ്പിനെസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫിഷ് അല്ല. ഈ ഒരു ഹാപ്പിനെസ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം നമ്മളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് സമയം പറയാൻ ഇനി ടൈമില്ല. നമ്മുടെ 30 വയസ്സിന് ശേഷം ഞാൻ പറഞ്ഞു, നമ്മുടെ മെറ്റബോളിസത്തിലും നമ്മുടെ ബോഡിയിലും മൈൻഡിലും അതുപോലെ സ്ട്രെസ് ആയിട്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക തുടങ്ങി ഒരുപാട് ഫിസിക്കലി മെന്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഒരു ഒരു എന്താ പറയാ, ഒരു കടമ്പ ചാടിക്കിടക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ശരിക്കും ടീനേജ് എന്ന് പറയും പോലുള്ള ഒരു ഏജ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ടീനേജസിൽ ഒരുപാട് പ്രശ്നങ്ങളല്ല, ഫിസിക്കലി അവരിൽ നമ്മളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പോലെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു ടൈമിനുണ്ടാവുക. അത് കാരണം നമ്മുടെ മൈൻഡിലും ബോഡിയിലാണെങ്കിലും ഒക്കെ ഒരുപാട്
പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 30 വയസ്സെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സമയം അവസാനിച്ചതല്ല, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതും അല്ല. നമ്മുടെ വീടും മക്കളും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മുടെ ഹാപ്പിനെസ്സോ നമ്മുടെ ലൈഫോ സ്പോയിൽ ചെയ്യാനുള്ളതല്ല, നമ്മളെ എൻകറേജ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിലും നമ്മുടെ വെൽബീങ് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആഫ്റ്റർ 30 ഇയേഴ്സ് നിർബന്ധമായിട്ടും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ ഹെൽത്ത്. ഒരിക്കൽ കൂടി പറയാണ്, ഹെൽത്ത് ആണ് ഫസ്റ്റ് ഉള്ളത്. ഫിസിക്കലി ആയിട്ടാണെങ്കിലും മെന്റലി ആയിട്ടാണെങ്കിലും. മെന്റലി ഉള്ള സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറഞ്ഞു. അത് നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് വേണം. അതുപോലെ റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ചെറിയൊരു പോക്കറ്റ് മണിക്ക് വേണ്ട ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് ഗ്രോത്ത് ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മദർഹുഡ് ആൻഡ് പാരന്റിങ് എന്ന് പറയുന്ന ഒരവസ്ഥയെ നമ്മൾ ഒരു ആർട്ടായിട്ട്, ഒരു കലയായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ വേണ്ടി പരിശീലിക്കണം. ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്, പേഴ്സണൽ ഹാപ്പിനെസ്സിന് ഒരു സമയം നമ്മൾ നിർബന്ധമായിട്ടും കണ്ടെത്തണം. അപ്പം 30 വയസ്സെന്ന് പറയുന്നത് ഒന്നിന്റെ അവസാനമല്ല, നമ്മുടെ തുടക്കമാണ്. ഐ ആം ഗ്രോയിങ്, ഐ ആം ഹീലിംഗ് ആൻഡ് ഐ ആം ക്രിയേറ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ ലൈഫ് എന്നുള്ളതായിരിക്കണം നമ്മുടെ എന്താ പറയണ്ടേ ലക്ഷ്യം. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം. അത് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലും ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയം